ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഷ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്വീറ്റ് ഐറ്റമാണത്. അത് നവാബി ഷമായി. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് മേരി ക്രിസ്മസ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും ഷ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു നവാബി ഷമായി എന്ന് പറഞ്ഞ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് ഡെസേർട്ട്. നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് സേമിയാണ്. സേമിയ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. പിന്നെ പഞ്ചസാര പൊടിച്ചു വെച്ചതാണ്. പിന്നെ ഇത് പിസ്തയും ബദാമും കൂടി പൊടിച്ചു വെച്ചതാണ്, മിക്സിയിൽ പൊടിച്ചു വെച്ചതാണ്. ഇത് കുറച്ച് പഞ്ചസാര പൊടിച്ചത്, ഏലക്കായ വെച്ച് പൊടിച്ചതാണ്. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഇതാ 1 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ബട്ടറിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് നന്നായിട്ട് നല്ല സേമിയാണ്. ഇത് നോക്കൂ, വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത സേമിയ തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി ബട്ടർ വെച്ചിട്ട് ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് അടുപ്പത്ത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അല്ലാതെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഒട്ടും തന്നെ കരിയാതെ നമ്മൾ വറുത്തെടുക്കണേ. അപ്പോൾ ഇത് കുനാഫയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ആ സേമിയ തന്നെയാണ്. വളരെ നൈസ് സേമിയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടി ഇടും. അതായത് 2 സ്പൂണ് പാൽപ്പൊടി ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ വളരെ സാവധാനം ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇത് മധുരത്തിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് മതി കേട്ടോ. ഇത് ഞാൻ എങ്ങനെ വെച്ചാൽ ഏലക്കായ കൂടി പൊടിച്ച് വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നോക്കൂ, പൊടിച്ച് വെച്ചിട്ടുള്ള ഈ പിസ്തയും ബദാമും നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇടുകയാണ്. കുറച്ച് ബാക്കി നമുക്ക് അവസാനമായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. സേമിയ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കുറച്ച് ബദാമും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഈ കോൺഫ്ലവർ നേരത്തെ ഞാൻ കോൺഫ്ലവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോൺഫ്ലവറിൽ കുറച്ച് പാലൊഴിച്ചു. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിൽ ഏകദേശം ഒരു 4-5 സ്പൂണ് പഞ്ചസാര ഇടാം. ഞാൻ എപ്പോഴും പറഞ്ഞു, പഞ്ചസാരയുടെ കണക്കൊക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചെയ്യാം. പാല് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാല് ഒഴിച്ചു കൊടുക്കാം. അതൊട്ടും തന്നെ കട്ട പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. കോൺഫ്ലവറും അതേപോലെ തന്നെ പാല് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഞാനതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുകയാണ്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കൊരു ടേസ്റ്റിനായിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിക്കുകയാണ്. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, കാരണം നമ്മൾ ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. മിൽക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് ഏകദേശം ഒരു 1/2 ലിറ്റർ പാല് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് അടി പിടിക്കാതെ പാല് കുറുക്കിയെടുക്കണം. നമ്മുടെ പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ പാലിലേക്ക് ഒഴിക്കാനുള്ള കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസും അതേപോലെ കോൺഫ്ലവർ മിക്സിങ്ങും കൂടിയിട്ട് ഇതിലേക്ക് കുറേശ്ശെ ഒഴിക്കുകയാണ്. ഇത് ഒഴിക്കുമ്പോഴാട്ടോ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരെ ശ്രദ്ധിക്കണം. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. വല്ലാതെ നമ്മൾ തിക്കാക്കണ്ട. അപ്പം നമുക്ക് ഇതേ പാകത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഞാനിത് ഓഫാക്കിയിട്ട് ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ
പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. ഈ പാത്രത്തിലേക്കാണ് നമ്മൾ ആക്കി വെക്കുന്നത്. ഈ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ 2 ലെയർ ആക്കിയിട്ടാണ് വെക്കുന്നത്. നന്നായിട്ട് ഒതുക്കി വെച്ച് കൊടുക്കാം. അതൊക്കെ ഒതുക്കാനേ പാടുള്ളൂ, മറ്റത് ആ ക്രീമൊക്കെ കൂടി മുകളിലേക്ക് വരും. ഇനി നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ബദാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും സേമിയ ഇട്ട് കൊടുക്കാം. കുറച്ച് ക്ഷമ വേണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ. പക്ഷേ നമ്മൾ ക്ഷമിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇനി എനിക്കൊരു ചെറിയ പാത്രത്തിലേക്ക് വെക്കാൻ ഉള്ളത് കൂടി ഉണ്ട്. മുകളിൽ കുറച്ച് ക്രീം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ആ ക്രീമിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ചിട്ട് ചൂടോടുകൂടെ തന്നെ അടച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു 5-6 മണിക്കൂർ വെക്കാം. ഞാൻ രാത്രിയിൽ തന്നെയാണ് എടുത്ത് വെക്കുന്നത്, രാവിലെ എടുക്കുള്ളൂ. അത്രയും സമയം നമ്മൾ ഫ്രീസറിൽ വെക്കണം എന്നില്ല, പുറത്ത് വെച്ചാലും മതി. അങ്ങനെ നമ്മുടെ നവാബി ഷമായി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതൊരു 2-3 ലെയർ ആയിട്ടാണ്. ഇത് നമുക്ക് എടുത്ത് കഴിച്ചു നോക്കാം. നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇത് നോക്കൂ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റമാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.